ഹായ് ഡിയേഴ്സ്, പുതിയൊരു ജോബ് വേക്കൻസി ഡീറ്റെയിൽസ് ആണ് ഇന്ന് പറയാൻ പോകുന്നത്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. അതായത് 10th മുതൽ മാസ്റ്റേഴ്സ് ഡിഗ്രി വരെയുള്ള എല്ലാ ക്വാളിഫിക്കേഷനിലേക്കും ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ അപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. ലൈബ്രറിയൻ, ഡയറക്ടർ, ക്ലർക്ക് എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് കാണാം. അതായത് പേ സ്കെയിലും ആർക്കൊക്കെ അപേക്ഷിക്കാം, അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന ഡീറ്റെയിൽസ് ഒക്കെ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് recruitment.nsd.gov.in എന്നതാണ്. recruitment.nsd നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ .gov.in. അപ്പോൾ അവിടെ നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് അപ്ലിക്കേഷൻ ഫോംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പോസ്റ്റുകളും ഇവിടെ കാണാവുന്നതാണ്. അപ്പം നോട്ടിഫിക്കേഷൻ ആൻഡ് ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഈ സൈറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് കാണാം. സോ ഏതൊക്കെയാണ് പോസ്റ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ലൈബ്രറിയൻ പോസ്റ്റാണ്. ലൈബ്രറിയൻ പോസ്റ്റ് നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറി പോസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലൈബ്രറിയൻ, ഡയറക്ടർ, ക്ലർക്ക് എന്നീ ഡിഫറെൻറ്റ് പോസ്റ്റുകളുണ്ട്. അതുപോലെ 27 വേക്കൻസീസ് ആണ് പോസ്റ്റുകളിലൊക്കെ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ലൈബ്രറിയൻ പോസ്റ്റിന് ഏജ് ലിമിറ്റ് 40 ആണ് വരുന്നത്. പേ സ്കെയിൽ ഇസ് 56,100 to 1,77,500. ഓക്കെ, ഈ പേ സ്കെയിലാണ് വരുന്നത്. അതിന് എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായി വരുന്ന 2nd class മാസ്റ്റേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ആൻഡ് അറ്റ്ലീസ്റ്റ് 5 years എക്സ്പീരിയൻസ് ഇൻ ആൻ എസ്റ്റാബ്ലിഷ്ഡ് ലൈബ്രറി ഓർ ഗവൺമെൻറ് ഫിനാൻസ്ഡ് ഓട്ടോണോമസ് ഓർഗനൈസേഷൻ ആൻഡ് ഗുഡ് നോളേജ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇതിൻ്റെ പേ സ്കെയിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ച് ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്കാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്. ആൻഡ് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ഇസ് extensive study in dramatic literature and experience in guiding students for any relevant information on the subject and knowledge of more than one Indian language in addition to English. ഈ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ന്യൂഡൽഹി ആണ്. അതുകൊണ്ട് തന്നെ ഹിന്ദി, ഇംഗ്ലീഷ് ലാംഗ്വേജസിന് അവിടെ അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് പോസ്റ്റ് വരുന്നത് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഒഫീഷ്യൽ ലാംഗ്വേജ്. 1 പോസ്റ്റാണ് വരുന്നത്. അവിടെ പേ സ്കെയിൽ സെയിം ആണ്. ആൻഡ് ഏജ് ലിമിറ്റ് ഇസ് 35 years. ക്വാളിഫിക്കേഷൻ വരുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഓഫ് എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വലൻറ്റ് ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് ആസ് എ സബ്ജക്റ്റ് അറ്റ് ഡിഗ്രി ലെവൽ. അതുപോലെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഫ്രം എനി യൂണിവേഴ്സിറ്റി ഓർ ഇക്വലൻറ്റ് ഇൻ ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി ആസ് എ സബ്ജക്റ്റ് ഇൻ ഡിഗ്രി. ദെൻ മാസ്റ്റേഴ്സ് ഡിഗ്രി ഓഫ് എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വലൻറ്റ് ഇൻ എനി സബ്ജക്റ്റ് വിത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ആസ് എ സബ്ജക്റ്റ് അറ്റ് ഡിഗ്രി ലെവൽ. ഇപ്പോൾ ഡിഗ്രിക്ക് ഹിന്ദി ഓർ ഇംഗ്ലീഷ് പഠിച്ച എനി മാസ്റ്റേഴ്സ് ഡിഗ്രി കാൻഡിഡേറ്റ്സിനും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഓഫ് എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വലൻറ്റ് ഇൻ എനി സബ്ജക്റ്റ് വിത്ത് ഹിന്ദി മീഡിയം ആൻഡ് ഇംഗ്ലീഷ് ആസ് എ സബ്ജക്റ്റ് ഇൻ ഡിഗ്രി ലെവൽ. മാസ്റ്റേഴ്സ് ഡിഗ്രി ഓഫ് റെക്കഗ്നൈസ്ഡ് വിത്ത് യൂണിവേഴ്സിറ്റി ഇൻ എനി സബ്ജക്റ്റ് വിത്ത് ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ഹിന്ദി ആസ് എ സബ്ജക്റ്റ് അറ്റ് ഡിഗ്രി ലെവൽ. ആൻഡ് സെക്കൻഡ് ക്വാളിഫിക്കേഷൻ വരുന്നത് 3 years എക്സ്പീരിയൻസ് ഓഫ് യൂസിങ് ഹിന്ദി ആൻഡ് ട്രാൻസ്ലേഷൻ വർക്ക്. അപ്പോൾ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി മാത്രം പോരാ, 3 years എക്സ്പീരിയൻസ് ഇൻ ഹിന്ദി ആൻഡ് ട്രാൻസ്ലേഷൻ വർക്ക് വേണം. ഓർ 3 years എക്സ്പീരിയൻസ് ഇൻ ടീച്ചിങ് ഹിന്ദി ഓർ ഇംഗ്ലീഷ് അണ്ടർ എനി സെൻട്രൽ, സ്റ്റേറ്റ്, ഗവൺമെൻറ്, ഓട്ടോണോമസ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. സോ ഏതെങ്കിലും ഒരു സ്കൂളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ഹിന്ദി ഓർ ഇംഗ്ലീഷ് പഠിപ്പിച്ച എക്സ്പീരിയൻസ് വേണം, 3 years ഓഫ് എക്സ്പീരിയൻസ്. അപ്പം അങ്ങനെയുള്ളവർക്കാണ് ഈ 2 ക്വാളിഫിക്കേഷനും മാൻഡേറ്ററി ആണ്. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. നെക്സ്റ്റ് യു ഹാവ് PS2 ഡയറക്ടർ. പേ സ്കെയിൽ ഇസ് ഗിവൺ 35 years ആൻഡ് ബിലോ ആണ് ഏജ് ലിമിറ്റ് പറയുന്നത്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. സ്പീഡ് ഇൻ ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷ് 120 words per minute ആൻഡ് ടൈപ്പിംഗ് സ്പീഡ് ഇംഗ്ലീഷ് 50 words per minute. നിങ്ങളുടെ പ്രൊഫഷ്യൻസി ഇൻ ടൈപ്പിംഗ് പറഞ്ഞിട്ടുണ്ട്. Experience as a senior stenographer or equivalent in level 6 of pay matrix under at least 5 years in central government autonomous bodies and equivalent. പിന്നെ വരുന്നത് knowledge of computer or operation, experience in secretarial practice including noting, drafting, handling of routine correspondence, handling appointments, engagements. ഇപ്പോൾ ഒരു ക്ലറിക്കൽ ഓഫീസ് ജോബ്സിനൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. Then next you have sound technician. 1 പോസ്റ്റാണ്. പേ സ്കെയിൽ ഇസ് ഗിവൺ 35 years ആൻഡ് ബിലോ ഉള്ളവർക്കാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്.
Essential qualification is degree or diploma in sound technology from a recognized institute or equivalent with 5 years experience. ഇപ്പോൾ ഡീറ്റെയിൽസ് ഇതാണ്. ഓർ ഗ്രാജുവേറ്റ് ഓഫ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ വിത്ത് ഡിഗ്രി ഡിപ്ലോമ കോഴ്സ് ഇൻ സൗണ്ട് ടെക്നോളജി. ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ പ്രിഫറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് പാർട്ടിസിപ്പേഷൻ ഇൻ തിയേറ്റർ, നോളജ് ഓപ്പറേഷൻ സൗണ്ട് എക്യുപ്മെൻറ്റ്സ്, നോളജ് ഓഫ് ഡിജിറ്റൽ മൾട്ടി ട്രാക്ക് റെക്കോർഡിംഗ്, എക്സ്പീരിയൻസ് ഇൻ ലൈവ് കൺസെർട്ട് തിയേറ്റർ എക്സെട്ര. അടുത്ത പോസ്റ്റ് വരുന്നത് അപ്പർ ഡിവിഷൻ ക്ലർക്കാണ്. പേ സ്കെയിൽ തന്നിട്ടുണ്ട്. 2 പോസ്റ്റാണ്. അത് റിസർവ്ഡ് ഫോർ SC ആൻഡ് ST. SCക്ക് 1 പോസ്റ്റും STക്ക് 1 പോസ്റ്റും ആയിട്ടാണ് അപ്പർ ഡിവിഷൻ ക്ലർക്ക് പോസ്റ്റ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആൻഡ് 5 years എക്സ്പീരിയൻസ് ആസ് LDC. ഡിസൈറബിൾ നോളജ് ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ. റിസപ്ഷൻ ഇൻചാർജിൻ്റെ പോസ്റ്റിന് വരുന്നത് 1 ജനറൽ പോസ്റ്റാണ്. 28 years ആണ് ഏജ് ലിമിറ്റ്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഗ്രാജുവേറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് ട്രെയിനിങ് ഓപ്പറേഷൻ ഓഫ് PBX or PABX both. 3 year experience in the same line. And desirable qualification computer applicationും 3 year experience in working in a reputed institute എന്നും പറഞ്ഞിട്ടുണ്ട്. And you have next assistant photographer. അസിസ്റ്റൻറ്റ് ഫോട്ടോഗ്രാഫറിന് ഏജ് ലിമിറ്റ് 30 ആണ് വരുന്നത്. 1 ജനറൽ പോസ്റ്റ് ആണ്. ക്വാളിഫിക്കേഷൻ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ +2 ആണ്. പിന്നെ ഡിപ്ലോമ ഇൻ ഫോട്ടോഗ്രാഫി ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, 5 year എക്സ്പീരിയൻസ് ഇൻ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ആൻഡ് ഡിജിറ്റൽ ഫോട്ടോ എഡിറ്റിംഗ്. ഡിസൈറബിൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സൈൻ ഫോട്ടോഗ്രാഫി. ദെൻ പെർക്കഷനിസ്റ്റ് ഗ്രേഡ് 3 30 years ആണ് പറയുന്നത്. പേ സ്കെയിൽ തന്നിട്ടുണ്ട്. 1 ജനറൽ പോസ്റ്റ് ആണുള്ളത്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഈസ് പ്രൊഫിഷ്യൻസി ഇൻ പ്ലേയിങ് ദ ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് നോളജ് ആൻഡ് 3 year എക്സ്പീരിയൻസ് ഓഫ് പ്ലേയിങ് ഇൻ ഡ്രാമ, ഡാൻസ്, ഒപ്പേറ എക്സെട്ര. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവണം. ഗ്രേഡഡ് ആർട്ടിസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഓർ ദൂരദർശൻ. കാർപ്പൻറ്റർ 30 years. Then your essential qualification is diploma in carpentry or woodcraft from ITI. 3 years experience of set construction, model furniture, property making, etc. Desirable qualification wood market. അതുപോലെ ഇലക്ട്രീഷ്യൻ വരുന്നുണ്ട്. ഗ്രേഡ് 1 30 years ആണ് കട്ട് ഓഫ്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ 10th പാസ്. ദെൻ മസ്റ്റ് പോസസ് എ വയർമാൻ ലൈസൻസ്. 5 year എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. മാസ്റ്റർ ടൈലർ, ഡിപ്ലോമ ഇൻ ടൈലറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. 5 year എക്സ്പീരിയൻസ് ഇൻ കട്ടിംഗ്, സ്റ്റിച്ചിങ് എക്സെട്ര. ലോവർ ഡിവിഷൻ ക്ലർക്ക് വരുന്നുണ്ട്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ സീനിയർ സെക്കൻഡറി ഓർ +2. ഏജ് ലിമിറ്റ് 18 to 28. ദെൻ ടൈപ്പിംഗ് സ്പീഡും പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് 35 words per minute in English, 30 words per minute in Hindi. ദെൻ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, അത് ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് യു ഹാവ് ടോട്ടൽ 13 പോസ്റ്റ് ഇൻ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് വരുന്നത്. അതിൽ തന്നെ ജനറൽ 5, SC 2, ST 1, OBC 4, EWS 1. ഓക്കെ, 18 to 28 years. ദെൻ 10th or equivalent ആണ് പറയുന്ന ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ്, ഇത്രയും പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപ്ലിക്കേഷൻസ് വിളിച്ചിട്ടുള്ളത്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് November 6th ആണ്. November 6, 2020. അപ്പം ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ സൈറ്റ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് 200 rupees ആണ് ഫോർ ജനറൽ കാൻഡിഡേറ്റ്സ്, 100 rupees ഫോർ OBC ആൻഡ് SC ST വിമൻ ആർ എക്സെംപ്റ്റഡ് ഫ്രം പേയിങ് ഫീസ്. അപ്പോൾ SC ST ആൻഡ് വിമൻ കാൻഡിഡേറ്റ്സിന് ഫീ ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ജനറൽ ഡീറ്റെയിൽസ്. ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ നൗന്ന് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ. സോ താങ്ക് യു.